അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നൽ കാഫിറ ഇദാ അമില ഹസനത്തൻ, തീർച്ച ഒരു അസത്യവിശ്വാസി ഒരു സൽക്കർമ്മം ചെയ്തു, മുസ്ലിം അല്ലാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാൾ, അയാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ ആ ഒരു സൽക്കർമ്മത്തിന് പകരം അള്ളാഹു ദുനിയാവിൽ നിന്നുള്ള ഭക്ഷണം അവന് നൽകപ്പെടും. അമ്മൽ മുഅ്മിനു, അപ്പോൾ സത്യവിശ്വാസി, ഇന്നല്ലാഹ തആല യദ്ഖുറു ലഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സൂക്ഷിച്ചു വെക്കും, ഹസനാത്തിഹി, അവന്റെ നന്മകൾ, ഫിൽ ആഖിറ, ആഖിറത്തിൽ സൂക്ഷിച്ചു വെക്കും. അള്ളാഹു അവന് ഈ സൽക്കർമ്മത്തിന് പകരം ഉടനെ നൽകും, റിസ്ഖൻ ഫിദ് ദുനിയ, ഈ ലോകത്ത് റിസ്ക്. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവിശ്വാസിയെ പോലും നിരാശനാക്കൂല. പക്ഷെ ദുനിയാവിൽ അവിശ്വാസിക്ക് ദുനിയാവിന്റെ അതിർവരമ്പ് കഴിയുന്നത് വരെ പ്രതീക്ഷകളുണ്ട്. ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന്റെ ഒരു ഗുണം അള്ളാഹു ഈ ലോകത്ത് നമുക്ക് കൊടുക്കും. എന്ന സത്യവിശ്വാസ സൽക്കർമ്മം ചെയ്താലോ, അതൊക്കെ അവിടെ സൂക്ഷിച്ചൊക്കെ ഡെപ്പോസിറ്റ് ആണ്. പക്ഷെ അങ്ങനെ ആഖിറത്ത് ഈ വിശ്വാസിയായ, സത്യവിശ്വാസിയായ ആളുകൾക്ക് അള്ളാഹു ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ നാളെ ഞാൻ തരണ്ടേ, ഒക്കെ ഞാൻ നാളെ തരണ്ടേ എന്ന് പറഞ്ഞ് ദുന്യാവിൽ അവനക്കൊന്നുമില്ല. അവിശ്വാസിക്ക് പിന്നെ ഏതായാലും ആഖിറത്ത് ഇല്ലാത്തതുകൊണ്ട് അവനക്ക് കൊടുക്കാനുള്ള ദുന്യാവെന്ന് കൊടുക്കുക. വിശ്വാസിക്ക് പിന്നെ ആഖിറത്തിലുണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ കൊടുക്കും ചെയ്യും, ഇതിലില്ലാതെ കൊടുക്കും ചെയ്യും. അപ്പൊ പിന്നെ ദുന്യാവിന്റെ ഓർക്ക് വേണ്ട, ഇങ്ങനെ എങ്ങനെയെങ്കിലും കണ്ട് ജീവിച്ചു പോയിക്കോട്ടെ എന്നാണോ? അല്ലാന്നോ? ദുന്യാവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും, ആഖിറത്തിൽ ഇതൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും ചെയ്യും. ഒരു പൊടി പോലും കുറയാതെ ആഖിറത്തിൽ അള്ളാഹു കൊടുക്കും, എന്നാ ദുന്യാവെന്നും കൊടുക്കും. സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി. അള്ളാഹു നമുക്ക് ഈമാൻ തന്നു, ഇസ്ലാം തന്നു. എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ദുന്യാവിൽ അള്ളാഹു തരും, ആഖിറത്തിൽ ഈ ദുന്യാവിന്റെ ഒരു കണക്കില്ലാത്ത രീതിയിൽ അള്ളാഹു ആഖിറത്തിൽ തരും. അത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നന്മകൾ ആര് ചെയ്താലും ദുന്യാവുന്നെങ്കിൽ ദുന്യാവുന്ന് കിട്ടും. പക്ഷെ ആഖിറത്തിൽ കിട്ടലാണ് വലുത്. നിയ്യത്ത് നമ്മൾ അങ്ങോട്ടാണ് വെക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് നിയ്യത്ത് വെക്കേണ്ടത്. പക്ഷെ കിട്ടണോ കിട്ടിക്കോട്ടെ, ദുന്യാവൊന്നും കിട്ടിക്കോട്ടെ, ആഖിറൊന്നും കിട്ടിക്കോട്ടെ. ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി പ്രകടമാകുന്ന ലോകം. ഇവിടെ ഒരാൾക്ക് തിന്നാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അള്ളാഹ്ക്ക് തൃപ്തിയായി മനസ്സിലാക്കരുത്. അള്ളാഹുവിന് തൃപ്തി പ്രകടമാകുന്ന ലോകം ആഖിറത്തിലാണ്. ഇന്നമാ തുവഫൗന ഉജൂറക്കും എന്നുള്ള ഖുർആൻ പറഞ്ഞു. നിങ്ങൾ കൂലി പൂർത്തിയാക്കി തരിക പരലോകത്താണ്. അതിൽ തന്നെ മനസ്സിലാവേണ്ട ദുന്യാവൊന്നും കിട്ടാണ്ടാവും, ദുന്യാവൊന്നും കിട്ടും എന്നതിന് മനസ്സിലാവേണ്ടത് പൂർത്തിയാക്കി തരലുള്ളതാണ് ആഖിറത്താണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ വലിയ അനുഗ്രഹം ഈമാനും ഇസ്ലാമും തന്നുകൊണ്ട് അള്ളാഹു ചെയ്തു. ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.